ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിനിടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. മേശമേൽ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ പ്രധാനിയായിരുന്നു സ്തെഫാനോസ്. തന്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ആ കാലത്ത് പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന പലരുടെയും ജീവിതത്തിലെ വിശ്വാസത്തെ ഹനിക്കത്തക്ക രീതിയിലുള്ള പ്രസംഗമായിരുന്നു സ്തെഫാനോസിന്റെ പ്രസംഗം. അബ്രഹാമിന്റെ ഒന്നാമത്തെ വിളിയെക്കുറിച്ച് പറയുന്നത് സ്തെഫാനോസാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് എന്നാണ് അവിടെ കാണുന്നത്. അബ്രഹാമിന്റെ ഒന്നാമത്തെ വിളിയിൽ ദേശത്തെയും ചാർച്ചക്കാരെയും മാത്രം വിട്ടു. എന്നാൽ ഹാരാനിൽ വെച്ച് തന്റെ പിതാവ് മരിച്ചു. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ, ഹാരാനിൽ വെച്ച് തന്റെ പിതാവ് തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ദൈവം രണ്ടാമത് വിളിക്കുന്നു, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് നീ ഇറങ്ങാൻ പറയുന്നു. അബ്രഹാം മുതൽ അങ്ങോട്ടുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ, ചരിത്രങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു അല്ലെങ്കിൽ പ്രസംഗിച്ചൊരു വ്യക്തിയാണ് സ്തെഫാനോസ്. ആ പ്രസംഗം പലർക്കും അത്ര ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പലരുടെ ഹൃദയത്തിൽ അത് കുത്തുകൊണ്ട് പലരുടെ ഉള്ളിൽ വൈരാഗ്യ മനോഭാവമായി അവർ സ്തെഫാനോസിനെ തകർക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് ഓർക്കണമേ, സ്തെഫാനോസിനെതിരായി ഗൂഢാലോചന നടക്കുമ്പോൾ, സ്തെഫാനോസിനെ തകർക്കുവാൻ അന്നത്തെ നാട്ടുകാരും ജനങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ, മേലാളന്മാരൊക്കെയും അവനെ കൊല്ലുവാനുള്ള അനുവാദം കൊടുക്കുന്ന സമയത്തും നാം ഒന്ന് വിചാരിക്കണം, വളരെ കൃപയോടും ശക്തിയോടും കൂടി എഴുന്നേറ്റ് വന്നൊരു ഭക്തനാണ് സ്തെഫാനോസ്. അതുകൊണ്ട് അന്നത്തെ ജനങ്ങൾ അവന്റെ പ്രസംഗത്തെയും അവന്റെ ഉപദേശത്തെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ കൂർത്തുമൂർത്ത കല്ലുകളെ കൊണ്ട് അവനെ എറിഞ്ഞു. അവൻ നിലംപൊത്തി, അവൻ മരിച്ചുപോയി. സ്തെഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു. അവിടെ കാണുന്നത്, ആ സമയത്തും അവന്റെ മുഖം ശോഭിച്ചിരുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ദൈവഭക്തന്മാരെ, ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. വളരെ കൃപയിലും ശക്തിയിലും എഴുന്നേറ്റ ഒരു ഭക്തനാണ് സ്തെഫാനോസ്. തന്റെ പ്രസംഗം അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗമായിരുന്നു. ഒറ്റ പ്രസംഗമേ താൻ പ്രസംഗിച്ചുള്ളൂ, ഒരുപാട് പ്രസംഗിച്ചില്ല. ആ പ്രസംഗം പലരുടെയും ജീവിതത്തിലെ കുത്തുകൊള്ളുവാനിടയായി. അവരുടെ പാപ ജീവിതത്തെ, പിന്തുടരുന്ന അവരുടെ പാരമ്പര്യത്തെ, അവർ കൊണ്ടു നടന്ന അവരുടേതായിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ അത് വളരെയധികം കുത്തുകൊള്ളുവാനിടയായി. ആ സന്ദർഭത്തിൽ വൈരാഗ്യ മനോഭാവത്തോടെ അവർ തന്നെ കൊന്നു. എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, തന്റെ മുഖം ആ സമയത്ത് ശോഭിച്ചുകൊണ്ടിരുന്നു. അവൻ ദൈവത്തെ കാണുവാനിടയായി. വലിയ വെല്ലുവിളികളും വലിയ പ്രതിസന്ധികളും വലിയ ഏറുകളും അപമാനത്തിന് നിന്ദകളൊക്കെ ഏറുകൾ നമുക്കെതിരായി വരുമ്പോൾ നാം എറിയുന്നവരല്ല കാണേണ്ടത്, നമുക്കെതിരായി വരുന്ന ആയുധങ്ങളെ അല്ല കാണേണ്ടത്. ആ സമയത്ത് കൃപയോടും ശക്തിയോടും കൂടി എഴുന്നേറ്റ സ്തെഫാനോസ് സ്വർഗം കണ്ടതുപോലെ ഈ നാളുകളിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് സ്വർഗം കാണാം, നമുക്ക് ദൈവത്തെ കാണാം. വെല്ലുവിളികളുടെ നടുവിൽ ദൈവിക തേജസ് നമുക്ക് കാണാം. ആ തേജസ് നമ്മുടെ മുഖത്ത് വിളങ്ങും. അവന്റെ മുഖം സൂര്യനെ പോലെ അല്ലെങ്കിൽ പ്രകാശമുള്ളതായി ആ സമയത്ത് കണ്ടെന്നാണ്. അതുകൊണ്ട് വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖം ശോഭിക്കട്ടെ, നാം ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.